തിരുസഭയേ, ഉണരുവിൻ ദൈവജനമേ, ഉണരുക തിരുസഭയേ, ഉണരുവിൻ ദൈവജനമേ. വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. ശാലേമിൻ രാജനാമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാൽ, ശാലേമിൻ രാജനാമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാൽ, യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. മരണത്തിൻ പാശങ്ങൾ ചുറ്റിയാലും പാതാളവേദന ഞെരുക്കിയാലും, മരണത്തിൻ ഭീകര താഴ്വരയിൽ ബലമുള്ള ഭുജത്താൽ താങ്ങിടുന്ന, മരണത്തിൻ പാശങ്ങൾ ചുറ്റിയാലും പാതാളവേദന ഞെരുക്കിയാലും, മരണത്തിൻ ഭീകര താഴ്വരയിൽ ബലമുള്ള ഭുജത്താൽ താങ്ങിടുന്ന, യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. അനർത്ഥങ്ങൾ അസംഖ്യമായേറിയാലും പ്രതികൂലത്താൽ മനം നീറിയാലും, അകൃത്യങ്ങൾ ക്ഷമിച്ച എന്നാത്മനാഥൻ അതിലെല്ലാം ജയം തരും ഭുജബലത്താൽ. അനർത്ഥങ്ങൾ അസംഖ്യമായേറിയാലും പ്രതികൂലത്താൽ മനം നീറിയാലും, അകൃത്യങ്ങൾ ക്ഷമിച്ച എന്നാത്മനാഥൻ അതിലെല്ലാം ജയം തരും ഭുജബലത്താൽ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. ശത്രു സൈന്യം പാളയമിറങ്ങിയാലും, അന്ധകാര ശക്തികൾ പെരുകിയാലും, ക്രിസ്തുവാ പാറമേലുറച്ചു നിൽപ്പാം, ജയത്തിൻ കൊടി വീണ്ടും ഉയർത്തിടാമേ. ശത്രു സൈന്യം പാളയമിറങ്ങിയാലും, അന്ധകാര ശക്തികൾ പെരുകിയാലും, ക്രിസ്തുവാം പാറമേലുറച്ചു നിൽപ്പാൻ, ജയത്തിൻ കൊടി വീണ്ടും ഉയർത്തിടാമേ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. ശാലേമിൻ രാജനാമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാൽ, ശാലേമിൻ രാജനാമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാൽ, യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. പാഠഭാഗമായി രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 5, 1 മുതൽ 9 വരെ. ആരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തൻ്റെ യജമാനത്തിയോട്,
യജമാനൻ സമരയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്ന് അവന്റെ യജമാനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്റെ പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. നീ പോയി വരിക, ഞാൻ ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. അവൻ ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ എഴുത്തും കൊണ്ടുചെന്നു. അതിൽ ഈ എഴുത്ത് കൊണ്ടുവരുന്ന എന്റെ ഭൃത്യൻ നയമാന്റെ കുഷ്ഠരോഗം നീ മാറ്റിക്കൊടുക്കേണ്ടതിന് ഞാൻ അവനെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരുന്നു. ഇസ്രായേൽ രാജാവ് എഴുത്ത് വായിച്ചപ്പോൾ വസ്ത്രം കീറി, അവൻ ഇതാ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കേണ്ടതിന് ഒരാളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? നോക്കുവിൻ, അവൻ ഇതിനാൽ എന്നോട് ഷണ്ടയ്ക്ക് കാരണം അന്വേഷിക്കുകയല്ലയോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിക്കളഞ്ഞു എന്ന് ദൈവപുരുഷനായ എലീശ കേട്ടപ്പോൾ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. നീ വസ്ത്രം കീറിക്കളഞ്ഞത് എന്ത്? അവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നാൽ ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ട് എന്ന് അവൻ അറിയുമെന്ന് പറയിച്ചു. അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും എലീശയുടെ വീട്ടുവാതിക്കൽ വന്നു നിന്നു. ഇവിടെ പാഠഭാഗം അവസാനിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ മനോഹരമായ വചനകൂടാരത്തിൽ അടുത്തു വന്ന് അങ്ങയുടെ വചനത്തിൻ്റെ ചുറ്റും ഇരിക്കുവാൻ തന്ന മഹാഭാഗ്യത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തന്ന ഏറ്റവും ഹൃദ്യമായ ഈ സായാഹ്നത്തിൽ ഞങ്ങൾ അങ്ങയുടെ വചനത്തിന് ചുറ്റുമിരിക്കുമ്പോൾ നിൻ്റെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സ്കറിയ ജോണസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊടുത്തിട്ടുള്ള എല്ലാ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഗായക സംഘത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. സംഘാടകർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വന്നുകൂടിയ ജനത്തിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ വചനത്താൽ ഇന്ന് അഭിഷേകം ചെയ്യുകയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു പുതുമ നൽകുകയും പുതിയ സമർപ്പണത്തോടെ തെളിമയോടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ഇന്നത്തെ വചന കേൾവി അതിനായി ഞങ്ങൾക്ക് അവിടുന്ന് ഉപയുക്തമാക്കി തരണമേ. ബലഹീനനായ അടിയനോട് കൂടെ ഇരിക്കണമേ. കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. COVID-19 എന്ന കൊറോണ വൈറസ് ലോക ജീവിതത്തെ ആകെപ്പാടെ മാറ്റിമറിച്ച ഒരു മഹാവ്യാധിയാണ്. വാസ്തവത്തിൽ ഇന്നും ഉത്തരം കിട്ടാതെ ലോകം അതിനു മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് എന്ന് പറയാം. ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ പല പോംവഴികൾ വൈദ്യശാസ്ത്ര രംഗവും ശാസ്ത്രജ്ഞന്മാരും പ്രഗത്ഭന്മാരായ ആളുകളുമൊക്കെ നമ്മളെ അറിയിക്കുകയുണ്ടായി. എന്നാൽ അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടു. എന്നാൽ ഈ പറഞ്ഞ പോംവഴികളിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറഞ്ഞ ഒരു വാചകം വളരെ ശ്രദ്ധേയമായ ഒരു വാചകമായിരുന്നു. അത് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന ഒരു പദപ്രയോഗമാണ്. അകന്നു നിൽക്കുക, അകലം പാലിക്കുക, ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നൊക്കെ നമുക്ക് അതിനെ പരിഭാഷപ്പെടുത്താവുന്നതാണ്. എൻ്റെ ചിന്തയിൽ വിശ്വാസ ജീവിതത്തിൽ നാം വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു പദപ്രയോഗമാണ് ഇത് എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് മനുഷ്യ ജീവിതം വല്ലാതെ വികൃതമായി പോയ ഈ കാലത്ത് വിശ്വാസ ജീവിതത്തിൽ ഫലകരമായി മുന്നേറണമെങ്കിൽ പലതിൽ നിന്നും നാം അകന്നു മാറിയേ മതിയാവും. പലതിനോടും അകലം പാലിച്ചേ മതിയാവും. ഇന്നത്തെ നമ്മുടെ വേദഭാഗത്തിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തിലൂടെയും അദ്ദേഹത്തിനുണ്ടായ മാനസാന്തരത്തിലൂടെയും നമ്മുടെ വിഷയം ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം
1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതിൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന പ്രധാന കഥാപാത്രം നയമാൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ ഒരു ധ്യാന സഞ്ചാരത്തിന് ഈ സന്ധ്യയിൽ നമ്മൾ ഒരുങ്ങുകയാണ്. അദ്ദേഹത്തെ നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രയോഗത്തിലൂടെ ആരംഭിക്കാം. നയമാൻ എന്ന കളങ്കിതൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ആദ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നയമാൻ എന്ന കളങ്കിതൻ. വേദപുസ്തക എഴുത്തുകാരൻ നയമാനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് അനിതര സാധാരണമായ പ്രത്യേകതകളുള്ള ഒരാളായിട്ടാണ്. അദ്ദേഹം പറയുന്നത് അവൻ അരാം രാജാവിൻ്റെ സേനാപതിയായിരുന്നു എന്നാണ്. കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി അരാമിയൻ ആർമി. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ലോകശക്തിയായിരുന്നു അരാം എന്ന രാഷ്ട്രം. ആ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ലോകശക്തിയായ അരാം എന്ന രാജ്യത്തിൻ്റെ സൈന്യാധിപനായിരുന്നു നയമാൻ. ചില്ലറക്കാരനായ മനുഷ്യനല്ല. അടുത്ത വാചകം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം മഹാനായ മനുഷ്യനായിരുന്നു എന്നാണ്. തീർന്നില്ല. ആ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് രാജാവിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു എന്നാണ്. അവിടെയും അവസാനിക്കുന്നില്ല. ഒരുപാട് വിജയങ്ങൾ തൻ്റെ തൊപ്പിയിൽ പൊൻതൂവൽ ചാർത്തിയ പരാക്രമിയായ മനുഷ്യനായിരുന്നു നയമാൻ. ഇതിനപ്പുറത്ത് ഒരാളിനെക്കുറിച്ച് എന്ത് മഹിമയാണ് പറയാനുള്ളത്? അരാം രാഷ്ട്രത്തിലെ സൈന്യത്തിൻ്റെ മേധാവി, മഹാനായ മനുഷ്യൻ, രാജാവിന് വളരെ പ്രിയപ്പെട്ടവൻ, ഒരുപാട് യുദ്ധങ്ങൾ വിജയിച്ച യുദ്ധതന്ത്രജ്ഞൻ. പക്ഷേ 1-ാമത്തെ വാക്യം അവസാനിക്കുന്നത് വല്ലാത്തൊരു പ്രയോഗത്തോടെയാണ്. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗിയായിരുന്നു എന്നാണ്. എന്തൊരു പ്രയോഗമാണ്! അന്നത്തെ ലോക സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ വാക്കിൻ്റെ അർത്ഥം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. ഒരു വിധത്തിൽ നോക്കിയാൽ ഏറ്റവും ഉന്നതിയിൽ നിന്ന്, ഔന്നത്യത്തിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അതേ സെൻറ്റൻസിൻ്റെ അവസാന ഭാഗം എങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു എന്ന ഒരു പ്രയോഗത്തോടെയാണ്. ദെർ വാസ് എ ബ്ലെമിഷ് ഇൻ ഹിസ് ബോഡി. ഒരു വല്ലാത്ത പ്രയോഗം. അവൻ്റെ എല്ലാവിധ നേട്ടങ്ങളുടെയും അപ്പുറത്ത്, അവൻ്റെ എല്ലാവിധ മഹിമകളുടെയും അപ്പുറത്ത്, അവൻ്റെ എല്ലാവിധ പ്രൗഢിയുടെയും അപ്പുറത്ത് മനുഷ്യൻ, അന്നത്തെ സമൂഹം ഏറ്റവും വെറുത്തിരുന്ന, ഭയപ്പെട്ടിരുന്ന ഒരു കളങ്കം അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എല്ലാ നേട്ടങ്ങളുടെയും നടുവിൽ സമൂഹം വെറുക്കുന്ന ഒരു പോരായ്മയുമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. കോട്ടിന് നീളമുള്ളതുകൊണ്ട് പലരും തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. ഇത്തരം നയമാന്മാർ ധാരാളമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വശത്ത് നിന്ന് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ വീമ്പടിക്കാനുണ്ട്. ആരൊക്കെയോ ആണ് എന്ന് വിളിച്ചു പറയാൻ നമുക്ക് ഒരുപാട് യോഗ്യതകളുണ്ട്. സമൂഹം തന്നതും നമ്മൾ ഉണ്ടാക്കിയെടുത്തതുമായ ഒരുപാട് യോഗ്യതകൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ സമൂഹം അവജ്ഞയോടെ കാണുന്ന ചില കുഷ്ഠങ്ങളും നമ്മളിലുണ്ട് എന്നതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പലരും വലിയ കേമന്മാരാണ്, എങ്കിലും അന്തസ്സിന് കോട്ടം വരുത്തുന്ന പല കളങ്കങ്ങളുമായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ നയമാനെ ഒരു കളങ്കിതനായ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. നമ്മുടെയൊക്കെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, വ്യഭിചാരം, പുകവലി തുടങ്ങിയ തനിക്ക് തന്നെയും സമൂഹത്തിനും വല്ലാതെ ദോഷമായി തീരുന്ന കളങ്കങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. വലിയ ആളായിരിക്കാം, വലിയ കേമനായിരിക്കാം, ഒരുപാട് നേട്ടങ്ങളുടെ പൊൻതൂവലുകളെക്കുറിച്ച് പറയാനുണ്ടായിരിക്കാം. പക്ഷേ അതിനോട് ചേർത്ത്
ചില കളങ്കങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരുന്ന ജീവിതാനുഭവം നിരാശാജനകമായ ഒരു അനുഭവമാണ്. ഇവയേക്കാളൊക്കെ വലിയ കുഷ്ഠങ്ങളുമായി ജീവിക്കുന്നവരുമുണ്ട് എന്നതാണ് സത്യം. ഇന്ന് സമൂഹത്തിലായാലും രാഷ്ട്രീയത്തിലായാലും സഭകളിലുമൊക്കെ വലിയ മാന്യന്മാരും പരാക്രമശാലികളുമായ പലരെയും കുറിച്ച് ഇത്തരം കഥകൾ കേട്ട് എത്രയോ പ്രാവശ്യം നമുക്ക് ഞെട്ടിത്തരിച്ചു പോയിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. കോടീശ്വരനാ പക്ഷേ, ലക്ഷപ്രഭുവാ പക്ഷേ, വലിയ മിടുമിടുക്കനാ പക്ഷേ, വലിയ പ്രാർത്ഥനക്കാരിയാ പക്ഷേ. ഈ പക്ഷയാണ് ഈ കളങ്കം എന്ന് പറയുന്ന സാധനം. വല്ലാത്ത സ്വഭാവ വൈകൃതങ്ങളുള്ള എത്രയോ ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്നോർക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ഉള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങട്ടെ. ഇഫ് മണി ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. ബട്ട് ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവ്രിതിങ് ഈസ് ലോസ്റ്റ്. പണം നഷ്ടപ്പെട്ടാൽ ഒന്നും നഷ്ടപ്പെട്ടതില്ല എന്ന് കരുതാം. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ചുരുക്കം ചിലതൊക്കെ നഷ്ടപ്പെട്ടെന്ന് വരാം. പക്ഷേ സ്വഭാവം നഷ്ടപ്പെട്ടാൽ അത് വല്ലാത്ത നഷ്ടമാണ്. ഇഫ് മണി ഈസ് ലോസ്റ്റ്, നത്തിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, സംതിങ് ഈസ് ലോസ്റ്റ്. ബട്ട് ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവ്രിതിങ് ഈസ് ലോസ്റ്റ്. നമ്മൾ എത്ര വലിയ ആളായാലും, എത്ര വലിയ കേമനായാലും, കോടീശ്വരനായാലും, ഈ നാട്ടിലെ വലിയ പ്രമാണിയായാലും, നിൻ്റെ ജീവിതത്തിൽ ചില കളങ്കങ്ങളുണ്ടെങ്കിൽ അത് നിന്നെ നശിപ്പിച്ച് കളയുന്ന യാഥാർത്ഥ്യമാണ് എന്ന് മറക്കരുത്. നമ്മളിൽ എത്ര പേർ നയമാൻ്റെ പ്രതിനിധികളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് ഈ കൺവെൻഷൻ്റെ രണ്ടാമത് രാത്രിയിൽ ആത്മശോധന ചെയ്ത് നല്ലതാണ് എന്നാണ് എൻ്റെ വിചാരം. നമ്മളിൽ പലരും വല്ലാത്ത കളങ്കങ്ങളുമായി അവ മറയ്ക്കുന്ന കോട്ടുകളുമിട്ട് നടക്കുന്നവരല്ലേ. ക്രിസോസ് തിരുമേനി മുമ്പൊരിക്കൽ ജയിലിൽ ചെന്ന് ജയിൽ പുള്ളികളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ സങ്കടത്തോടെ തിരുമേനിയെ കണ്ട് സങ്കടത്തോടെ തിരുമേനിയുടെ മുമ്പിൽ നിന്ന ജയിൽ പുള്ളികളോട് തിരുമേനി പറഞ്ഞ ഒരു വാചകം, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, നിങ്ങളും ഞാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ പിടിക്കപ്പെട്ടതുകൊണ്ട് അകത്തായി പോയി എന്നുള്ളതേ ഉള്ളൂ. എന്നെ ഇതുവരെ പിടിക്കാഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പുറത്ത് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ പന്തലും കീഴിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ രാത്രി എനിക്ക് വിളിച്ചു ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇതുവരെ പിടിക്കപ്പെടാഞ്ഞതുകൊണ്ട് നമ്മൾ മിടുക്കരായി വിലസുന്നവരല്ലേ? മറ്റുള്ള മനുഷ്യരാരും അറിയാതെ ഇതിന് പുറത്തൊരാവരണമിട്ട് ഒരു കോട്ടുമിട്ട് കളങ്കിത ജീവിതം നയിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടില്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയട്ടെ, കഴിഞ്ഞ 37 വർഷമായി മാർത്തോമാ സഭയിലൊരു വൈദികനാണ് ഞാൻ. 37 വർഷത്തെ എൻ്റെ വൈദിക ശുശ്രൂഷയും 4 വർഷത്തെ പഠനവും കൂടെ ചേർത്താൽ 41 വർഷമായി ഈ സഭയിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. തറപ്പിച്ച് പറയാൻ എന്നെക്കൊണ്ട് കഴിയും, വലിയ അതിപ്രഗത്ഭന്മാരെന്നും വലിയവരെന്നും കേമന്മാരെന്നും നമ്മൾ വീമ്പടിക്കുന്ന പലരും നയമാന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2024 പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ രാത്രി ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കട്ടെ, ഇന്ന് ഈ പന്തലിന് കീഴിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, നീ എത്ര വലിയ കേമനായാലും നിന്റെ ജീവിതത്തിൽ ഒരു കളങ്കമുണ്ടെങ്കിൽ ഈ രാത്രി അതിൻ്റെ അവസാന രാത്രിയാവണം. ഇത്രയും പണം മുടക്കി അധ്വാനിച്ച് ഇടവക ഒന്നടങ്കമെന്ന് അധ്വാനിച്ച് പന്തലുമൊക്കെയിട്ട് വളരെ ക്രമീകൃതമായി കൺവെൻഷനൊക്കെ നടത്തി നമ്മൾ വെറുതെ ആശ്വസിച്ച് വീമ്പടിച്ച് മടങ്ങിപ്പോയാൽ പോരാ. നമ്മൾ എത്ര വലിയ ആളായാലും ഈ നയമാനെ പോലെ കളങ്കിതനാണോ കളങ്കിതയാണോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. ഇന്ന് നാം ഇരിക്കുന്നത് എല്ലാം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അങ്ങനെ വല്ലാത്ത വ്യസനവുമായി ജീവിക്കുന്ന നയമാൻ്റെ വീട്ടിൽ ഇസ്രായേലിൽ നിന്ന് യുദ്ധ തടവുകാരിയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു അടിമ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ സോഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇസ്രായേലിൽ പടയ്ക്ക് പോയപ്പോൾ അവിടെ നിന്ന് യുദ്ധ തടവുകാരിയായി പിടിച്ചുകൊണ്ടുവന്ന ഒരു അടിമ പെൺകുട്ടിയാണ്.
ഈ നയമാൻ്റെ വീട്ടിലെ നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്ന പെൺകുട്ടി അവളൊരു ദിവസം തൻ്റെ യജമാനത്തിയോട് പറയുകയാണ്. യജമാനൻ ശമര്യയിലെ പ്രവാചകൻ്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഈ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അവളെക്കുറിച്ചല്ല ഞാനിന്ന് പ്രസംഗിക്കുന്നത്, എങ്കിലും ആ പെൺകുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വല്ലാത്ത ആനന്ദം ഉണ്ടാകാറുണ്ട്. കാരണം എന്നെ എൻ്റെ നാട്ടിൽ നിന്നോട് പിടിച്ചുകൊണ്ട് വന്ന് ഇവന് ഇത് തന്നെ വരണം എന്നല്ല അവൾ ചിന്തിച്ചത്. നമുക്കൊക്കെ തോന്നാവുന്ന പോലെ എന്നെ എൻ്റെ നാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് അടിമയാക്കി ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഇയാൾക്ക് ഇത് തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നതിന് പകരം ആ പെൺകുട്ടി അവരുടെ വേദന തിരിച്ചറിയുന്നവളായിരുന്നു. എന്ന് മാത്രമല്ല, അവന് സൗഖ്യം കിട്ടാനുള്ള വഴി നന്നായി അറിയാവുന്നവളുമായിരുന്നു. അവൾക്ക് തൻ്റെ യജമാനനും യജമാനത്തിക്കും നന്മ വരണമെന്നും അതിലൂടെ തൻ്റെ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടണമെന്നും മാത്രമായിരുന്നു അവളുടെ ആഗ്രഹം. ഞാൻ അവളെക്കുറിച്ച് ഒരു വാചകം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. മറ്റുള്ളവരുടെ ജീവിതം സന്തോഷകരമാക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ പെൺകുട്ടിയായിരുന്നു അവൾ. തന്നെ ഉപദ്രവിച്ചവൻ്റെ പോലും ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഉണ്ടാക്കിയ ചലനം ഭയങ്കരമാണ്. നമ്മളത് വായിച്ചു നോക്കിയാൽ 2, 3, 4 വാക്യങ്ങൾ നമ്മൾ വായിക്കാമെന്ന് നമുക്ക് കാണാം. ഈ പെൺകുട്ടി ചെന്ന് യജമാനത്തിയോട് പറയുന്നു, യജമാനത്തി ചെന്ന് നയമാനോട് പറയുന്നു, നയമാൻ ചെന്ന് രാജാവിനോട് പറയുന്നു. അപ്പോൾ രാജാവ് പറയുകയാണ്, നീ പോയി വരിക. അങ്ങനെ നയമാൻ, ലോകത്തിലെ ഏറ്റവും പരാക്രമശാലിയായ നയമാൻ, അവൻ എവിടെ നിൽക്കുന്നു? അവൻ്റെ വീട്ടിലെ അടിമ പെൺകുട്ടി എവിടെ നിൽക്കുന്നു? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പക്ഷേ അവളെയാണ് അവൻ്റെ സൗഖ്യത്തിനായി ദൈവം ഉപയോഗിക്കുന്നത് എന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ആനന്ദ് എന്ന് പറയുന്ന വിശ്വവിഖ്യാത നോവലിസ്റ്റ് എഴുതിയ അശാന്തം എന്ന ഒരു ചെറിയ നോവലുണ്ട്. ആ അശാന്തം എന്ന ചെറിയ നോവലിലൂടെ ആനന്ദ് ലോകത്തോട് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് മാനസാന്തരപ്പെടാൻ ഒരുപാട് മുഖാന്തരങ്ങൾ ദൈവം തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ: കൊടുങ്കാറ്റിലുണ്ട് മാനസാന്തരപ്പെടാനുള്ള വിളി, ശവക്കോട്ടയിലെ ഒരു കുരിശിലുണ്ട് മാനസാന്തരപ്പെടാനുള്ള വിളി, ഒരു ഇടിമുഴക്കത്തിൽ പോലുമുണ്ട് മാനസാന്തരപ്പെടാനുള്ള വിളി. ഇന്ന് നാം ജീവിക്കുന്ന ലോക സാഹചര്യത്തിൽ നമ്മൾ നയമാനെ പോലെ കളങ്കമുള്ളവരായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു ഇടിമുഴക്കം മതി നിനക്ക് മാനസാന്തരപ്പെടാൻ. ശവക്കോട്ടയിലെ ഒരു കുരിശ് മതി നിനക്ക് മാനസാന്തരപ്പെടാൻ. ദൈവം നമ്മുടെയൊക്കെ കളങ്കം മാറ്റാൻ ഉപയോഗിക്കുന്നത് എന്തിനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് എന്ന് നമുക്ക് പോലും നിശ്ചയമില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പരാക്രമശാലിയായ മനുഷ്യന് മാനസാന്തരമുണ്ടാക്കാൻ, സൗഖ്യമുണ്ടാക്കാൻ ദൈവം തമ്പുരാൻ ഉപയോഗിച്ചത് ഒരു അടിമ പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ പൊന്തലയിലെ പള്ളി പരിസരത്ത് വന്നുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിന്നെ മാനസാന്തരപ്പെടുത്താൻ ദൈവത്തിനൊരു ഇടിമുഴക്കം മതി, നിന്നെ സൗഖ്യമാക്കാൻ ദൈവത്തിനൊരു കൊടുങ്കാറ്റ് മതി. ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ ലഭിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം. നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മുടെ കളങ്കങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ നിന്നൊരു മാനസാന്തരപ്പെടാൻ എന്ത് ശ്രമമാണ് നമ്മളൊക്കെ നടത്താറുള്ളത്? നീതിമാന്മാരാരുമില്ലല്ലോ, ഉണ്ടോ? യേശു കർത്താവ് തന്നെ നമ്മളെ ബോധ്യപ്പെടുന്നതാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ ജീവിതത്തിൽ കളങ്കങ്ങളുള്ള ആളുകളാണ്. നമ്മുടെ കളങ്കങ്ങൾ ബോധ്യപ്പെടുത്താനായി ഒരു കൺവെൻഷൻ പ്രസംഗം മതിയാവും, ഒരു പാട്ട് മതിയാവും, റോഡിൽ നടക്കുന്ന ഒരു ആക്സിഡൻറ്റ് മതിയാവും. പക്ഷെ മാനസാന്തരപ്പെടാൻ തയ്യാറാണോ? ഇപ്പോഴും വല്ല മാറ്റമുണ്ടോ? ഒരു 3 ദിവസം മുമ്പ് അർദ്ധരാത്രിയിൽ ഈ പള്ളിയിൽ നിന്ന് നിലവിളിച്ചേച്ച് പോയതല്ലേ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായോ? നമ്മളൊക്കെ നയമാന്മാരാണെന്ന് ഞാൻ പറയാൻ കാരണം, നയമാൻ്റെ കളങ്കം മാറ്റാൻ നയമാൻ ചെയ്യുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. കളങ്കം മാറ്റാനുള്ള നയമാൻ്റെ ശ്രമങ്ങൾ. തൻ്റെ ജീവിതത്തിൽ സമൂഹം മുഴുവൻ വെറുക്കുന്ന,
സമൂഹം മുഴുവൻ ഭയപ്പാടോടെ നോക്കുന്ന ഒരു കളങ്കമുണ്ടായിരുന്ന മനുഷ്യൻ അതൊന്നും മാറ്റിയെടുക്കാനായി ചെയ്യുന്ന ശ്രമങ്ങൾ നമ്മളെയൊക്കെ വല്ലാതെ കുത്തി നോവിക്കേണ്ട ശ്രമങ്ങളാണ്. കാരണം നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണ്. ഒന്നാമത് നയമാൻ ചെയ്യുന്നത് രാജാവിൻ്റെ കയ്യിൽ നിന്ന് റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു VVIP റെക്കമെൻഡേഷൻ ലെറ്റർ. അതെവിടത്തേക്കാണ്? ഇസ്രായേലിലെ രാജാവിന് കൊടുക്കാൻ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ. അവൻ ഇസ്രായേൽ രാജാവിൻ്റെ അടുത്ത് എഴുത്തും കൊണ്ട് ചെന്നു എന്നാണ് നമ്മൾ കാണുന്നത്. കളങ്കം മാറ്റാനുള്ള എളുപ്പ വഴിയായി നയമാൻ കണ്ടുപിടിച്ചത് ഒരു VVIP റെക്കമെൻഡേഷൻ ലെറ്ററാണ്. അതുകൊണ്ട് അവൻ്റെ കളങ്കത്തിന് പരിഹാരം ഉണ്ടാകും എന്നാണ് അവൻ ധരിച്ചത്. ഞാൻ പറയും, നമ്മളിൽ മിക്ക പേരും നയമാൻ്റെ പ്രതിനിധികളാണ്. കാരണം നമുക്ക് നമ്മുടെ കളങ്കം മാറ്റാൻ വേണ്ടി നമ്മുടെയിലും ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ഞാൻ ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ അല്ലേ? നമ്മളെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും വാട്സാപ്പൊക്കെ ഉപയോഗിക്കാൻ അറിയാം അല്ലേ? ഈ വാട്സാപ്പിനകത്ത് നമ്മൾ നമ്മുടെ ആപ്പിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. അതിന് DP എന്നാണല്ലോ പറയുന്നത് അല്ലേ? DP എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ഡിസ്പ്ലേഡ് പിക്ചർ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൊടുത്തേക്കുന്ന പടം നമ്മളെ ലോകത്തിന് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മെ അറിയാത്തവരുടെ മുമ്പിൽ നമ്മൾ ആരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ കാണിച്ചു വെക്കുന്ന തത്രപ്പാടാണ് നമ്മുടെ വാട്സാപ്പിലെ DPകൾ അല്ലേ? അതിനെ പ്രൊഫൈൽ പിക്ചർ എന്നൊക്കെ പറയും. നിങ്ങളുടെയൊക്കെ DP നിങ്ങൾക്കറിയാമല്ലോ എന്തുവാ DP ഇട്ടേക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ? ഞാൻ ഈ പല ആളുകളുടെയും DP ഒക്കെ കാണുമ്പോൾ മെസ്സേജ് വരുമ്പോൾ മുമ്പേ സാം പറഞ്ഞ പോലെ എനിക്ക് ആയിരക്കണക്കിന് ഈ ഫോളോവേഴ്സുണ്ട് എനിക്ക് ഫേസ്ബുക്കിലും ഇതിലുമൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ സ്ഥിരമായി മെസ്സേജുകൾ വരാറുണ്ട്. അവരുടെയൊക്കെ ഈ DPകൾ ഞാൻ ശ്രദ്ധിക്കും. എന്നെ വളരെ കൗതുകത്തോടെ ഞാൻ നോക്കുന്ന ഒരു കാര്യമാണ്. പല ആളുകളും അവരുടെ DP ഏതെങ്കിലും തിരുമേനിയുടെ കൂടെ നിൽക്കുന്ന പടമായിട്ടേക്കുന്നത്. വിട്ടിരിക്കുന്ന ചിലരുടെയെങ്കിലും DP കാണുമായിരിക്കും. തിരുമേനിയുടെ കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ, തിരുമേനിക്ക് ചോറ് വിളമ്പുന്ന ഒരു ഫോട്ടോ. ചില ആളുകൾക്ക് രാഷ്ട്രീയക്കാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ആയിട്ടേക്കുന്നത്. വേറെ ചിലരൊക്കെ ഈ സെലിബ്രിറ്റീസിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് ഈ DP ആയിട്ടിട്ടേക്കുന്നത്. എന്തോ അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായോ? ഞാൻ ആരാ പുള്ളി എന്നറിയാമോ എന്നാണ് ലോകത്തോട്. ഞാൻ ഇന്ന തിരുമേനോട് വലിയ ക്ലോസ് ഫ്രണ്ടാണ്. അളിഞ്ഞവനാണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. പക്ഷെ നമ്മുടെ അതറിയിക്കാതിരിക്കാൻ നാട്ടുകാരൻ്റെ മുമ്പിൽ നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വലിയ ഹൈ ലെവൽ റെക്കമെൻഡേഷനാണ് നമ്മുടെ ഈ ഫോട്ടോ. ആ ഫോട്ടോയ്ക്കകത്ത് കാണുമ്പോൾ ആഹാ ഈ വലിയ പുള്ളിയാണല്ലോ, ഇദ്ദേഹം ഇന്ന തിരുമേനിയുടെ ഫ്രണ്ടാണോ, കൊള്ളാമല്ലോ പാർട്ടി. അടുത്തത് ഉമ്മൻചാണ്ടിയുടെ കൂടെ. നമ്മൾ ചില്ലറക്കാരെല്ലാം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഞാനിതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് തമാശയായിട്ട് വന്നൊരു കാര്യം, നമ്മുടെ ഈ പഴയ ഒരു സിനിമയിൽ ഈ പ്രതാപചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നടനുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട്, പിള്ളേർക്കൊക്കെ അറിയാവുന്ന ഡയലോഗാണ്. എനിക്കങ്ങ് ഡൽഹിയിൽ കൊണ്ടടാ പിടി. അതാണ് നമ്മുടെ DP കൊണ്ട് നമ്മൾ സ്ഥാപിക്കുന്നത്. മനസ്സിലായോ? ഞാൻ ചെറിയ പുള്ളിയൊന്നുമല്ല, ഞാൻ വലിയ ആളാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണ്. നയമാൻ തൻ്റെ കളങ്കം മാറ്റാൻ വേണ്ടി സ്വീകരിച്ച നിലപാടാണ് അരാമിലെ രാജാവിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്ററും കൊണ്ടുപോയി ഇസ്രായേലിലെ രാജാവിന് കൊടുത്തേച്ച് ഇവൻ വലിയ പുള്ളിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണെന്ന് പറഞ്ഞു. കത്തിൻ്റെ ഉള്ളടക്കം ഭയങ്കരമാണ്. ഈ എഴുത്ത് കൊണ്ടുവരുന്ന എൻ്റെ ഭൃത്യൻ, വാക്യം 6, നയമാൻ്റെ കുഷ്ഠരോഗം നീ മാറ്റി കൊടുക്കണം. ഈ അരാമിലെ രാജാവിന് ഇസ്രായേലിലെ ദൈവം ആരാണെന്നോ ഇസ്രായേലിലെ ദൈവത്തിൻ്റെ മക്കളായ പ്രവാചകന്മാരാരാണെന്നോ ഒന്നും യാതൊരു ബോധവും ഇല്ലാത്തവനാണ് അവൻ. അതുകൊണ്ട് ഇസ്രായേലിലെ രാജാവിനൊരു കത്ത് കൊടുത്തു. ആ കത്തിനകത്തെ വാചകമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഈ കത്തുമായി വരുന്ന എൻ്റെ ഭൃത്യൻ നയമാനെ നീ സൗഖ്യമാക്കണം. എന്ത് ഭയങ്കരമാണെന്ന് ആലോചിച്ച് നോക്കി. അടുത്ത വാചകം ഭയങ്കര രസമാണ്, 7ാമത്തെ വാക്യം. അത് വായിക്കാൻ തന്നെ രസമാണ്. ഇസ്രായേലിലെ രാജാവ് ഈ എഴുത്ത് കിട്ടുകയും വസ്ത്രം വലിച്ചു കീറുന്നു, പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ ഇവൻ്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കാൻ ഞാനാരാ, ദൈവമാണോ? അവൻ എന്നോട് ശണ്ടയിടാൻ വേണ്ടിയുള്ള വേലയാണെന്ന് പറഞ്ഞ് അലച്ചു വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്.
ഈ വിവരം എലീശ അറിഞ്ഞപ്പോൾ, 8-ാമത്തെ വാക്യം, എലീശ ആളയച്ച് രാജാവിനോട് പറയണം, നീ എന്തിനായി ഈ ഭ്രാന്ത് കാണിക്കുന്നത്? അവനെ ഇങ്ങോട്ട് വിട്. ഇസ്രായേലിലൊരു ദൈവമുണ്ടെന്നും അവൻ്റെ ഒരു പ്രവാചകനുണ്ടെന്നും ഇന്ന് ഞാൻ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ഒരർത്ഥത്തിൽ ആ രാജാവിന് കൂടെ ഉള്ള ഒരു സന്ദേശമാണ്. ഇസ്രായേലിൽ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥ പ്രവാചകൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും അരാം രാജാവും നയമാനും ഇസ്രായേലിലെ രാജാവും അറിയണം, ഇന്നറിയും എന്നാണ് എലീശ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കളങ്കം മറയ്ക്കാൻ നമ്മൾ എന്ത് തരം റെക്കമെൻഡേഷൻസും കൊണ്ടാണ് നടക്കുന്നത്, എന്ത് ഡിസ്പ്ലേയും കൊണ്ടാണ് നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. എന്ത് തരം കോട്ടാണ് നമ്മുടെ കളങ്കത്തിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്? ഇത് VIP റെക്കമെൻഡേഷൻ കത്താണോ, അതോ നമ്മൾ ലോകത്തോട് കാണിക്കുന്ന നമ്മുടെ DPകളാണോ? നയമാൻ്റെ 2-ാമത്തെ ടെക്നിക്ക്, അടുത്ത വാചകം നമ്മൾ വായിക്കണം. അവൻ്റെ കളങ്കം മാറ്റാനുള്ള 2-ാമത്തെ ഉപാധി വിലപിടിച്ച സമ്മാനങ്ങൾ കൊണ്ടുവരികയാണ്. അവിടെ എഴുതി വച്ചിരിക്കുന്ന മനോഹരമാണ് 5-ാമത്തെ വാക്യം. 10 താലന്ത് വെള്ളി. 10 താലന്ത് വെള്ളി എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ 34 കിലോ വെള്ളി, 6000 ശേക്കൽ പൊന്ന്. 6000 ശേക്കൽ പൊന്ന്. 6000 ശേക്കൽ പൊന്ന് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ ഇഷ്ടപ്പെടും, അത്ഭുതം തോന്നും. 1350 പവൻ. 6000 ശേക്കൽ എന്നൊക്കെ വായിച്ചിട്ടുള്ളൂ അല്ലേ? 1350 പവൻ സ്വർണം, 10 കൂട്ടം റോയൽ ഫാബ്രിക്, 10 കൂട്ടം വസ്ത്രം. തൻ്റെ കളങ്കം മാറ്റാനുള്ള 2-ാമത്തെ ടെക്നിക്കാണ്. എക്സ്ട്രാവഗൻ്റ് ഗിഫ്റ്റുകൾ കൊടുക്കുക. കളങ്കം മാറ്റാൻ നയമാൻ കണ്ടുപിടിച്ച വഴിയാണ് സമ്മാനങ്ങൾ. സമ്മാനം ആരെയും വീഴ്ത്താനുള്ള ഒരു ടെക്നിക്കാണല്ലോ അല്ലേ? ആധുനിക ലോകത്തിൻ്റെ മുദ്രാവാക്യം തന്നെ അതാണ്. മാനം വിറ്റും പണം ഉണ്ടാക്കിയാലും ആ പണം മാനക്കേട് മാറ്റിക്കൊള്ളും അല്ലേ? സഭാപ്രസംഗി പക്ഷേ നമ്മളെ ബോധ്യപ്പെടുന്നുണ്ട്. സഭാപ്രസംഗി 7-ാം അധ്യായം 7-ാം വാക്യം, കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു, കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കളങ്കം മാറ്റാനുള്ള ടെക്നിക്കല്ലേ വിലപിടിച്ച സമ്മാനങ്ങൾ? സ്കറിയ ജോണച്ച, ഈ പ്രാവശ്യത്തെ പന്തൽ ഞാൻ അങ്ങ് സ്പോൺസർ ചെയ്തേക്കാം. അച്ഛന് ബഹുത്ത് ഖുഷി, നമുക്ക് അതിനേക്കാൾ സന്തോഷം. എന്തിനു വേണ്ടിയാ? നമ്മുടെ കളങ്കം മാറ്റാനുള്ള പരിപാടിയാണ് അല്ലേ? ഇനി സമ്മാനങ്ങൾ പലതരമുണ്ട് കേട്ടോ. ഇപ്പം ഈ സ്വർണവും വെള്ളിയൊന്നും ആവശ്യമൊന്നുമില്ല. മോഡേൺ യുഗത്തിൻ്റെ പ്രത്യേകത, ഈ ആധുനിക കാലത്ത് വളരെ പ്രചാരമുള്ളൊരു സമ്മാനം എന്തോന്നറിയോ? വാഴ്ത്തുപാട്ടാണ്. വാഴ്ത്തുപാട്ടാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടകരമൊരവസ്ഥയാണ്. ഈ രാജാക്കന്മാരുടെ കാലത്തിൻ്റെ പ്രത്യേകത, നമ്മളൊക്കെ പഴയ ചരിത്രം വായിച്ചിട്ടുണ്ടല്ലോ. രാജാക്കന്മാരുടെ കാലത്തെ പ്രത്യേകത, രാജസദസ്സിൽ ചെന്നേച്ച് ഈ രാജാവിനെ വാഴ്ത്തി പുകഴ്ത്താമെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടും, മന്ത്രിസ്ഥാനം കിട്ടും, സ്ഥാനമാനങ്ങൾ കിട്ടും, സമ്മാനം കിട്ടും. രാജാവ് വലിയ പുള്ളിയാന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇത്രയും വികസിച്ച ഈ കാലത്ത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേട് ഇന്ന് വാഴ്ത്തുപാട്ടുകളാണ്. നമ്മുടെ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ഈ നാട്ടിൽ ആളുകൾ പാടിക്കൊണ്ട് നടക്കുന്നത് കേട്ടാൽ തല തല്ലി ചത്തുപോകും. വാഴ്ത്തുപാട്ട് പാടുകയാണ്. വാഴ്ത്തുപാട്ട് പാടി വലിയ ആളാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ പോരായ്മകളും പരിഹരിക്കാൻ പറ്റും. ഇത് രാഷ്ട്രീയത്തിൽ മാത്രമൊന്നുമല്ല കേട്ടോ, രാഷ്ട്രീയത്തിൽ മാത്രമൊന്നുമല്ല. ഇന്ന് ഈ ടെക്നിക്ക് പരക്കെ ഉപയോഗിക്കുകയാണ് കോർപ്പറേറ്റ് ഓഫീസുകളിൽ, എന്തിന്? സഭകളിൽ വരെ. ഇന്ന് അച്ഛന്മാരെന്ന പേരിൽ ഞങ്ങൾക്കൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിലും ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കാമെങ്കിൽ ഗുണമുണ്ടാവും. നമ്മൾ എത്തിച്ചേർന്ന ഗതികെട്ട ഒരു കാലത്തിൻ്റെ പ്രത്യേകതയാണ്. നിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ, നിൻ്റെ കളങ്കങ്ങൾ മറയ്ക്കാൻ സമ്മാനങ്ങളെയാണ് നീ ഉപയോഗിക്കുന്നതെങ്കിൽ, അത് സ്വർണമാകാം, വെള്ളിയാകാം, വസ്ത്രമാകാം, വാഴ്ത്തുപാട്ടുകളാകാം. ഓർക്കുക, നിൻ്റെ കളങ്കം അങ്ങനെയൊന്നും മാറ്റാൻ സാധ്യമല്ല. നയമാൻ സ്വീകരിച്ച ഈ ടെക്നിക്കുകൾ ആണ് ഇന്ന് നമ്മളും പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ ഇതൊക്കെ കൊടുത്തെങ്കിലും നയമാൻ്റെ ചില സ്വഭാവം നമ്മൾ തുടർന്ന് കാണുമ്പോൾ നയമാൻ്റെ അടുത്ത പ്രശ്നം നമുക്ക് കാണാം. നയമാൻ ഒരു പിടിവാശിക്കാരനായിരുന്നു. അവൻ്റെ ശരീരത്തിൻ്റെ കളങ്കം പോലെ തന്നെ അവൻ്റെ സ്വഭാവത്തിനും ചില കളങ്കങ്ങളുണ്ടായിരുന്നു. അവൻ വല്ലാത്ത പിടിവാശിക്കാരനായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ന്യൂ ഇയർ രാത്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ വാഷ് നൈറ്റ് രാത്രിയിൽ വന്ന് നമ്മളെല്ലാം സാക്ഷ്യം പറഞ്ഞ് ചിറങ്ങിപ്പോവെങ്കിലും നമുക്ക് വ്യത്യാസം ഉണ്ടാകാത്ത എന്താണെന്നറിയോ? നമ്മൾ പിടിവാശിക്കാരാണ്. ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറല്ല. ഈ നയമാൻ്റെ പിടിവാശി നോക്കണേ, അങ്ങോട്ട് നോക്കിയാൽ മതി. ഒന്നാമത്തെ കാര്യം, നയമാൻ താൻ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് വാശിയുള്ള ആളാണ്. 9 മുതലുള്ള വാക്യങ്ങൾ രസമാണ്. രഥങ്ങളും കുതിരകളും തുടങ്ങി വലിയ സംവിധാനങ്ങളോടെ നയമാൻ എലീശായുടെ വീട്ടുമുറ്റത്തിൽ നിന്നു. ഇത് എലീശായുടെ ഒരു മതിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. വലിയ രഥങ്ങളും കുതിരകളും ചേവകരും സംവിധാനങ്ങളും എല്ലാം കൂടെ ചെന്ന് എലീശായുടെ മുറ്റത്ത് നിന്നു. പക്ഷെ നമ്മൾ അടുത്ത വാചകം വായിക്കുമ്പം എലീശ ഇറങ്ങി വന്നുപോലുമില്ല. പകരം എലീശ തൻ്റെ ഒരു ബാല്യക്കാരനെ പറഞ്ഞു വിട്ടു. ആ ബാല്യക്കാരനെ പറഞ്ഞു വിട്ടേച്ച് അവനോട് പറഞ്ഞു, നീ പറ, അവൻ പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി കുളിച്ചാൽ മതി, നിന്റെ കുഷ്ഠരോഗം മാറിക്കോളൂ എന്ന് പറയാൻ പറഞ്ഞു. പക്ഷെ നയമാൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഇന്നായിരുന്നെങ്കിലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്കറിയ ജോണച്ചനോ ഞാനോ വല്ലോ ആയിരുന്നെങ്കിൽ ഈ നയമാനെ പോലെ ഒരുത്തൻ വന്ന് വീട്ടുമുറ്റത്ത് നിന്നാൽ കുഷ്ഠമുണ്ടെന്നും നോക്കത്തില്ല, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് വിളിച്ച് വീട്ടിനകത്ത് കൊണ്ടുവന്നേനെ. പക്ഷേ എലീശ വീട്ടിൽ നിന്ന് ഇറങ്ങി പോലുമില്ല. തൻ്റെ അസിസ്റ്റൻ്റ് ഗേഹസിയോട് പറഞ്ഞു, നീ എന്ന് അവനോട് പറ, അവൻ നേരെ പോയി യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചാൽ മതി, സൗഖ്യമാകും എന്ന് പറയാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നയമാൻ ഏറ്റവും ക്രോധിച്ചു പുറപ്പെട്ടു എന്നാണ്. 11ാമത്തെ വാക്യം മനോഹരമാണ് വായിക്കാൻ. ഈ നയമാൻ അവിടെ നിന്ന് പറയാണ്, പിടിവാശിക്കാരനാണെന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ്. നയമാൻ പറയാണ്, അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി അത്ഭുതം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാണ്. നയമാൻ പ്രതീക്ഷ ഇത്രയേ ഉള്ളൂ. ഇത്രയും സംവിധാനങ്ങൾ വന്ന് എലീശയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എലീശ ഇറങ്ങി വന്ന് അവൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് അവൻ്റെ കുഷ്ഠരോഗത്തിന് മുകളിൽ കൈയൊക്കെ ആട്ടി. ഇപ്പം നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ, നമുക്കിനി ആട്ടി കാണിച്ചാലേ നമുക്ക് സൗഖ്യം കിട്ടത്തുള്ളൂ. പാട്ട് പാടുമ്പോഴൊക്കെ ഇങ്ങനെയാണ്, നമുക്കിപ്പോൾ ഇങ്ങനെ ആട്ടി കാണിച്ചാലേ ഉള്ളൊരു പറയാണ്, എൻ്റെ ഈ രോഗത്തിന് മീതെ ഒന്ന് കൈ ആട്ടി എനിക്ക് സൗഖ്യം തരുമെന്ന് വിചാരിച്ചു. എന്നാൽ യഥാർത്ഥ ദൈവപുരുഷൻ ആരാണ് എന്ന് എലീശ നമുക്ക് കാട്ടിത്തരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പന്തലിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഒരു കാര്യം എലീശ നമ്മളെ പഠിപ്പിക്കുന്ന നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിൻ്റെ പത്രാസും നിൻ്റെ സ്തുതിഗീതങ്ങളും നിൻ്റെ സമ്മാനങ്ങളും ഒന്നും കണ്ട് നിൻ്റെ മുമ്പിൽ വണങ്ങി നിൽക്കുന്നവനല്ല യഥാർത്ഥ ദൈവത്തിൻ്റെ ദാസന്മാർ. ഇത് ജീവിതത്തിൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. ഇന്ന് പക്ഷേ ആളും തരവും കണ്ട് വേല ഇറക്കാൻ നമ്മളൊക്കെ മിടുക്കരാണല്ലോ. നയമാൻ്റെ 2ാമത്തെ പ്രശ്നം പിടിവാശിക്കാരനായിരുന്നു എന്ന് പറയാനുള്ള കാരണം, അവന് തൻ്റേതിനെക്കുറിച്ച് ദുരഭിമാനമുള്ള ആളായിരുന്നു. ഞാനിങ്ങനെ ആ രംഗം കാണുന്നത്, നയമാൻ ഇത് കേട്ടപ്പോഴേ ചെറുപുറ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് നയമാൻ പറഞ്ഞൊരു വാചകമുണ്ട്: ഈ ദമ്മേശക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലേ? എനിക്ക് അവിടെ മുങ്ങിക്കുളിച്ചാൽ പോരായിരുന്നോ? ഇവിടെ വരെ യാത്ര ചെയ്ത് ഈ പന്നവെള്ളത്തിൽ കുളിക്കണമായിരുന്നോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എൻ്റെ നാട്ടിലെ ഇതിനേക്കാളൊക്കെ കേമമാണ്, എൻ്റെ നാട്ടിലെ ഇതിനേക്കാളൊക്കെ വലുതാണ്, ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാണ്. എൻ്റെ നാട്ടിലെ നദികളായ അബാനും പർപ്പരും ഉണ്ടല്ലോ, നിൻ്റെ നാട്ടിലെ സകല വെള്ളങ്ങളെക്കാളും മെച്ചമാണ്. അതുകൊണ്ട് ഇതിനകത്ത് വന്ന് മുങ്ങിക്കുളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉള്ള ഒരു കുഷ്ഠം ഇതല്ലേ, നിൻ്റേക്കാളൊക്കെ ഞാൻ മെച്ചമാണ്, ഞാൻ കൂടിയ ആളാണ്, നിന്നേക്കാളൊക്കെ ഞാൻ കൂടിയ ആളാണ്, നിൻ്റെ ഭക്തിയേക്കാളൊക്കെ എൻ്റെ ഭക്തി വലുതാണ്, നിൻ്റെ കഴിവിനേക്കാളൊക്കെ ഞാൻ വലിയ മിടുക്കനാണ്, നിന്നേക്കാളൊക്കെ ഞാൻ സമ്പത്തുള്ള ആളാണ്, നിൻ്റെ എല്ലാം കൂടെ കൂട്ടുന്നതിനേക്കാൾ ഞാൻ കേമനാണ്. പിടിവാശിക്കാരനായ നയമാൻ്റെ പ്രത്യേകതയാണ്. എൻ്റേതും എൻ്റെ നാട്ടിലേതും നിൻ്റേതിനേക്കാൾ മെച്ചമാണ് എന്ന് പറയുന്നൊരു മനുഷ്യൻ. അവിടെ വീണ്ടും ദൈവം ചില സാധാരണ മനുഷ്യരെ ഉപയോഗിക്കുകയാണ്. മുമ്പേ അവനെ ഇസ്രായേലിലേക്ക് അയക്കാൻ ഒരു അടിമ പെൺകുട്ടിയെ ദൈവം തമ്പുരാൻ ഉപയോഗിച്ചുവെങ്കിൽ ഇവിടെ
അവൻ്റെ ഭൃത്യന്മാരെ ദൈവം ഉപയോഗിക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ അവൻ്റെ ഭൃത്യന്മാർ നയമാനോട് പറയുന്നൊരു വാചകമാണ്, യജമാനനെ എന്തിനാ ഈ വാശി പിടിക്കുന്നത്? നിൻ്റെ ശരീരം മുഴുവൻ കുഷ്ഠമല്ലേ? കുഷ്ഠമായിട്ട് പോലും ഈ കുഷ്ഠം സൗഖ്യമാക്കാൻ ദൈവത്തിൻ്റെ പ്രവാചകൻ ഒരു പോം വഴി പറഞ്ഞു തന്നിട്ട് പോലും നീ എന്തിനാ ഈ വാശി പിടിക്കുന്നേ? ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ വല്ലതും പറഞ്ഞായിരുന്നെങ്കിൽ നീ ചെയ്യത്തില്ലായിരുന്നോ? നിസ്സാരമായ ഒരു കാര്യം നിന്നോട് പറഞ്ഞപ്പോൾ നീ എന്താ ഇത് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നു. ദേഷ്യക്കാരനായ, കോപാകുലനായ, ആ അഹങ്കാരിയായ ആ മനുഷ്യൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ ദൈവം തമ്പുരാൻ ഉപയോഗിക്കുന്നത് ഈ ഭൃത്യന്മാരെയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ നയമാൻ്റെ മാനസാന്തരത്തിലേക്കാണ് വരുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം ചേരുന്നതാണ് നമ്മൾ ആത്മശോധന ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മുടെ കളങ്കം ഇന്നും മാറാത്തത്? എത്ര കാലമായി, എത്ര കൺവെൻഷനുകൾ അറ്റൻഡ് ചെയ്തു, എത്ര കുർബാന കൊണ്ടു, നമ്മുടെ അകവും പുറവും രൂപാന്തരപ്പെടുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടായോ? എന്തുകൊണ്ടാണ് മാറ്റം ഉണ്ടാകാഞ്ഞത്? ഇപ്പോൾ നമ്മൾ ഈ മനുഷ്യനിൽ കണ്ട അവൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഈ മനുഷ്യനുണ്ടായ മാനസാന്തരത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ പോകണം. 14-ാമത്തെ വാക്യം ഈ ഭാഗത്തെക്കുറിച്ച് പറയുന്നത് വേദപുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു മാനസാന്തരമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. വാക്യം 14, അവൻ ചെന്ന് ദൈവപുരുഷൻ്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, യോർദാനിലേക്കുള്ള അവൻ്റെ ഇറക്കം അവൻ്റെ അഹങ്കാരത്തിൽ നിന്നുള്ള പടിയിറക്കമായിരുന്നു. ഇന്ന് ഈ പന്തലിൻ കീഴിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ള ദൈവത്തിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിനക്കേതെങ്കിലും തരത്തിൽ സൗഖ്യം ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്ക് ഏതെങ്കിലും തരത്തിൽ നിൻ്റെ കളങ്കം മാറണം എന്നാഗ്രഹമുണ്ടെങ്കിൽ, നയമാൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണിത്. അവൻ്റെ യോർദാനിലേക്കുള്ള ഇറക്കം അവൻ്റെ അഹങ്കാരത്തിൽ നിന്ന് പടിയിറക്കമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഫലം എന്താണ് എന്ന് ആ 14-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. അവൻ്റെ ദേഹം ഒരു ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായി തീർന്നു. പിടിവാശിക്കാരനായ, കളങ്കിതനായ, അഹങ്കാരിയായ, തൻ്റെ സ്ഥാനമാനങ്ങളിൽ ജാട കൊണ്ട് ജീവിച്ച, തൻ്റെ കളങ്കത്തെ മറ്റുള്ളവൻ കാണാതെ ഒളിച്ചു വെച്ച, തൻ്റെ കളങ്കം മാറ്റാൻ വലിയ ഹൈലി റെക്കമെൻഡേഷൻ ലെറ്ററുമായിട്ട് ഇറങ്ങിയ, തൻ്റെ കളങ്കം മാറ്റാൻ വലിയ വലിയ സമ്മാനങ്ങൾ വാരി വിതറിയ മനുഷ്യൻ, തൻ്റേത് മറ്റേതിനേക്കാളൊക്കെ മെച്ചമാണ് എന്ന അഹങ്കാരത്തോടെ ജീവിച്ചവൻ ഇറങ്ങുകയാണ് യോർദാൻ്റെ അടിത്തട്ടിലേക്ക്. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ജീവിതത്തിന് ഒരു മാനസാന്തരം ആവശ്യമുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിന് ഒരു കഴുകൽ ആവശ്യമുണ്ടെങ്കിൽ, നീ ഇറങ്ങണം യോർദാനിലേക്ക്. നിൻ്റെ അഹങ്കാരത്തിൻ്റെ ബാബേൽ ഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി യോർദാനിലേക്ക് ഇറങ്ങി കുനിയേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് ഓർക്കുക. അനുഗ്രഹത്തിൻ്റെ ആദ്യപടി അനുസരണമാണ് എന്ന് മറക്കരുത്. ഞാൻ പറയും, അവൻ്റെ ശരീരം മാത്രമല്ല, അവൻ്റെ സ്വഭാവം പോലും ചെറിയ ബാലൻ്റേതുപോലെയായി എന്നതാണ്. കേവലം ഭൃത്യന്മാരായ തൻ്റെ പടയാളികൾ അവനോട് പറഞ്ഞതനുസരിച്ച് അവൻ്റെ അഹങ്കാരം താത്തുവച്ച് അവൻ നേരെ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ അവൻ്റെ ശരീരം മാത്രമല്ല, അവൻ്റെ സ്വഭാവം പോലും ചെറിയ ബാലൻ്റേതുപോലെയായി. നമുക്ക് ഈ മാനസാന്തരമാണ് ഉണ്ടാവേണ്ടത്. യേശു കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കണി കാണാൻ സാധ്യമല്ല. ഞാൻ ആ ഭാഗം പ്രസംഗിക്കുമ്പോഴൊക്കെ ആളുകളോട് പറയുന്നൊരു കാര്യമുണ്ട്. യേശു കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മൾ തിരിച്ചു വളരാനാണ്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആവണം. നമ്മുടെ അഹങ്കാരമൊക്കെ അവസാനിപ്പിക്കണം. ഞാൻ എൻ്റെ ജീവിതകാലത്തെ ദീർഘവർഷങ്ങളെ സഭയിലെ അനുഭവത്തിൽ നിന്ന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ അങ്ങ് മൂത്ത് നരച്ചു പോയ മനുഷ്യരാണ്. ഈ മൂത്ത് നരച്ചു പോയ മനുഷ്യരോട് യേശു കർത്താവിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ച് ഞാൻ പറയും, നീയൊക്കെ ഒന്ന് തിരിച്ചു വളരണം. നിങ്ങൾ മാത്രമല്ല, ഞാൻ ഉൾപ്പെടെ ഒന്ന് തിരിച്ചു വളരണം.
അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാകുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ യോർദാനിലേക്കാണ് പിന്നീട് യോഹന്നാൻ സ്നാപകൻ സകല സർപ്പസന്തതികളെയും ഇറക്കി മുക്കിയെടുത്ത് മാനസാന്തരപ്പെടുത്തിയത്. ഈ യോർദാനിലേക്ക് നമ്മളും ഒന്ന് മടങ്ങേണ്ടതാണ്. നമ്മുടെയൊക്കെ അഹങ്കാരത്തിൻ്റെ രഥങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി തലകുനിച്ച് യോർദാനിലേക്ക് ഇറങ്ങണം. എങ്കിൽ മാത്രമേ നമ്മയൊക്കെ ബാധിച്ചിട്ടുള്ള കുഷ്ഠം വിട്ടുപോവുകയുള്ളൂ. ഇത് ഈ പുതുവർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നമ്മുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവൻ്റെ മാനസാന്തരം കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ്. അത് വളരെ രസകരമായ ചില കാര്യങ്ങളാണ്. യോർദാനിൽ നയമാനിൽ ഉണ്ടായ മാനസാന്തരവും സൗഖ്യവും അവനെ ചില പുതിയ സമർപ്പണങ്ങളിലേക്ക് നയിക്കുകയാണ്. നമുക്ക് മാറ്റമുണ്ടായി എന്ന് പറഞ്ഞാൽ പോരാ. ഞാൻ പലപ്പോഴും ചോദിക്കുന്നില്ലാണ്, ഒരുപാട് കൺവെൻഷൻ വേദികളിൽ പോകുന്ന ആളാണ് ഞാൻ. പോകുന്നിടത്തൊക്കെ ആളുകളോട് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ ഒരു ഓൾട്ടർ കോൾ കിട്ടാമെങ്കിൽ ഉടനെ എഴുന്നേറ്റ് നമ്മളൊക്കെ അങ്ങ് മാനസാന്തരപ്പെട്ട് കളയും. പക്ഷെ എന്ത് മാറ്റം ഉണ്ടായി? എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിലുണ്ടായി? ഇത്രയും കാലം നമ്മൾ ഈ ഭൂമി ജീവിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ മൂത്ത് നരച്ചതല്ലാതെ എന്ത് മാറ്റം നമുക്കുണ്ടായി? എന്ത് വ്യത്യാസമാണ് നമുക്കുണ്ടായത്? ഒരാളിൻ്റെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവണം. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം, പെട്ടെന്ന് മനസ്സിലാവും. ചിത്രശലഭം കാണാൻ അതിമനോഹരമാണ് അല്ലേ? പക്ഷേ ചിത്രശലഭം ഉണ്ടാകുന്നതിന് മുമ്പ് അതിന് ചില സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജിലൊന്നാണ് പുഴു എന്ന് പറയുന്ന സ്റ്റേജ് അല്ലേ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ചിത്രശലഭം ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള ഒരു സ്റ്റേജാണ് പുഴു. ചിത്രശലഭത്തെ കാണാൻ മനോഹരമാണ്, പക്ഷെ പുഴുവോ തൊട്ട ചൊറിയും. ഇപ്പോഴും നമ്മളെ തൊട്ട ചൊറിയും. ചിത്രശലഭമാണെന്ന് പറച്ചിലാണ്, പക്ഷെ വല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ നയമാനെ നോക്കുക. അവന് യോർദാനിലേക്ക് ഇറങ്ങി അവൻ്റെ ശരീരം പഴയതുപോലെയായി ഒരു ബാലൻ്റേതുപോലെ ആയി കഴിഞ്ഞപ്പോൾ നയമാനിലുണ്ടായ രൂപാന്തരം ഭയങ്കരമാണ്. ഇന്ന് ഈ പന്തലും കീഴിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നിൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന് അനുഭവം ഉണ്ടെങ്കിൽ നിർബന്ധമായും അത് മറ്റുള്ളവന് പ്രകടമാവണം. നിൻ്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമുണ്ടായി എന്ന് മറ്റുള്ളവർ കാണാനിടയാവണം. അതുകൊണ്ടാണ് സാധാരണ പറയുന്നത് ഡിമോൺസ്ട്രേറ്റ് യുവർ ഫെയ്ത്ത് എന്ന് പറയുന്നത്. നിൻ്റെ ജീവിത രംഗങ്ങളിൽ നിൻ്റെ വിശ്വാസം നീ പ്രകടിപ്പിച്ച് കാണിക്കണം. എന്താണ് നയമാൻ എങ്ങനെയാണ് പ്രകടിപ്പിച്ച് കാണിച്ചതെന്ന് നോക്കാം. 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അവൻ തൻ്റെ സകല പരിവാരവുമായി ദൈവപുരുഷൻ്റെ അടുക്കൽ മടങ്ങി വന്ന് അവൻ്റെ മുൻപാകെ നിന്നു. എന്തൊരു മാറ്റമാണ് ഉണ്ടായത് നോക്കൂ. നമ്മൾ മുമ്പേ വായിച്ച എന്താണ്? ദൈവപുരുഷൻ തൻ്റെ മുമ്പിൽ വന്ന് നിന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയവനാണ്. എലീശ എന്ന ദൈവപുരുഷൻ ഞാൻ വന്നപ്പോൾ ഇറങ്ങി എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ അടുത്ത് നിന്നില്ല എന്നൊരൊറ്റ കാരണം പറഞ്ഞ് ക്രുദ്ധനായി പോയവൻ മടങ്ങി വന്നിരിക്കുന്നു. എവിടെ? അതേ എലീശയുടെ മുമ്പിൽ. അവനവൻ്റെ സകല പരിവാരങ്ങളുമായി എലീശയുടെ മുമ്പിൽ വന്ന് വണങ്ങി നിൽക്കുകയാണ്. ഇതൊരു മാറ്റാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാമാൻ കൺവേർട്സ് ഫ്രം പ്രൈഡ് ടു ഹ്യൂമിലിറ്റി. അവൻ്റെ അഹങ്കാരത്തിൽ നിന്ന് അവൻ എളിമയിലേക്ക് മാനസാന്തരപ്പെടുകയാണ്. എൻ്റെ മുമ്പിൽ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചവൻ്റെ മുമ്പിൽ തനകുലിച്ച് നിൽക്കുകയാണ്. ഇന്ന് നമുക്കുണ്ടാവേണ്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് മനുഷ്യൻ്റെയും മുമ്പിൽ വിനയത്തോടെ നിൽക്കാനുള്ള എളിമ ജീവിതത്തിലുണ്ടാവണം. നിൻ്റെ മാനസാന്തരത്തിൻ്റെ ലക്ഷണം അവിടെയാണ്. നിൻ്റെ അഹങ്കാരത്തിന് ഒരു മാറ്റവും ഇല്ലെങ്കിൽ, ആരുടെയും മുമ്പിൽ തലകുനിക്കില്ല എന്ന ഭാവമാണ് ഇപ്പോഴും ഉള്ളതെങ്കിൽ മാനസാന്തരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നയമാൻ്റെ ഒന്നാമത്തെ പെരുമാറ്റം നമ്മൾ കാണുന്നു. അവൻ മടങ്ങി വന്ന് ആരുടെ അടുത്ത് നിന്ന് അവൻ ക്രുദ്ധനായി പോയോ അവിടെ മടങ്ങി വന്ന് അവൻ്റെ മുമ്പിൽ വിനയത്തോടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ മാർത്തോമാ സമൂഹത്തിന് ഉണ്ടാവേണ്ട മാനസാന്തരം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തറപ്പിച്ച് പറയും, നമ്മുടെ ജീവിതത്തിൽ വിനയമുണ്ടാവണം. നമ്മൾ ആരോ ആണ് എന്ന ഭാവം അവസാനിപ്പിക്കാനായിട്ട് കഴിയണം. രണ്ടാമത്തെ മാറ്റം 15-ാമത്തെ വാക്യത്തിൻ്റെ ബാക്കിയാണ്. നയമാൻ പറയുകയാണ്, ഇസ്രായേലിലല്ലാതെ ഭൂമിയിലെങ്ങും
ഒരു ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. എന്തോ ഒരു പ്രസ്താവനയാണ്. എലീശായോട് നയമാൻ പറയുകയാണ്, ഇസ്രായേലിൽ അല്ലാതെ ഭൂമിയിലെങ്ങും ഒരു ദൈവമില്ല എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവന് ശരിയായ ഒരു ദൈവബോധമുണ്ടാവുകയാണ്. അവൻ്റേതെല്ലാം കൂടിയതാണ് എന്ന് ഇതുവരെ ദുരഭിമാനത്തോടെ വിചാരിച്ചെന്ന് പറയുന്നു. ഇസ്രായേലിലെ ദൈവമാണ് ജീവനുള്ള ദൈവം. എൻ്റേത് ഇസ്രായേലിനേക്കാൾ മെച്ചമാണെന്ന് പറഞ്ഞവൻ ഇപ്പോൾ പറയുന്നു ഇസ്രായേലിലെ ദൈവമാണ് ഭൂമിയിൽ ജീവനുള്ള ദൈവം. എ ന്യൂ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ റിയൽ ഗോഡ്. പ്രിയപ്പെട്ടവരെ, ശരിയായ ദൈവം ആരാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവത്തെക്കുറിച്ച് വേദോസ്തവം പറയുന്ന പ്രയോഗങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രയോഗമാണ് ഇത്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവിടെ എഴുതിയിരിക്കുന്ന അതിൻ്റെ ഹീബ്രു വാക്ക് ശരിക്കും പരിഭാഷപ്പെടുത്തിയാൽ ഓൾ കൺസ്യൂമിങ് ഫയർ എന്നാണ്. എല്ലാം ഭസ്മമാക്കുന്ന തീയാണ്. അഹങ്കാരത്തോടെ ദൈവസന്നിധിയിൽ നമ്മൾ ഇനിയും തുടരാനാണ് ഭാവമെങ്കിൽ അവൻ നമ്മളെ കത്തിച്ചു കളയും എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് ദഹിപ്പിക്കുന്ന അഗ്നിയുടെ മുമ്പിലാണ് നാം ഇന്ന് വന്നിരിക്കുന്നതെന്ന കാര്യം മറക്കരുത്. ഇത്ര കാലം നാം ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം ആരാധിച്ചില്ലേലും കുഴപ്പമില്ല എന്നൊരു ധാരണ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇന്ന് ദൈവിക ആരാധന മാത്രം മുടക്കുന്നുണ്ട്. പള്ളിയിൽ ആൾ കുറവാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് പ്രസംഗിച്ച ഒരു പള്ളി കൺവെൻഷനിൽ ഏറ്റവും കൂടുതൽ ആൾ വന്നത് പുന്തലയിലാണ്. ഈ അടുത്ത കാലത്ത് പ്രസംഗിച്ചതിൽ അവിടെ ചെല്ലുമ്പോഴെല്ലാം സംഘാടകർ ആദ്യം ജാമ്യം എടുത്തുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്, കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ആരും വരത്തില്ല. നമുക്കൊരു കാര്യം മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് ഈ കോവിഡ് കഴിഞ്ഞിട്ടും നീ ഇന്നും ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്നത് നിൻ്റെ ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ടാണ്. ഈ ദൈവത്തെ നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഒരു മാനസാന്തരവും ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കോവിഡ് അവസാനിച്ചു എന്ന് വിചാരിക്കരുത്. ഇപ്പം പരിശോധനയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം കംപ്ലീറ്റ് പനിയായി. എവിടെ ചെന്നാലും ഈ പനി മുഴുവൻ കോവിഡാണ്, പക്ഷെ ആരും പരിശോധിക്കുന്നില്ല. ഇന്നലെ എൻ്റെ ഒരു സ്നേഹിത അമേരിക്കയിൽ നിന്ന് എന്നെ വിളിച്ചു. അവിടുത്തെ ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നഴ്സാണ്. അമേരിക്കയിലാണിപ്പോൾ. പോയിട്ട് 3-4 മാസമേ ഉള്ളൂ. അവിടെ ചെന്ന ജോലിയിൽ പ്രവേശിച്ചു. അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഇവിടെ മുഴുവൻ കോവിഡാണ്, വരുന്നത് മുഴുവൻ കോവിഡ് രോഗികളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഞാൻ അതുകൊണ്ട് എല്ലായ്പ്പോഴും ഈ നാളുകളിൽ ശരിക്കും ആളുകളോടെല്ലാം പോകുന്നിടത്തെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം തമ്പുരാൻ നിന്നെ ഇന്നും ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നീ ഏറ്റവും പരമപ്രധാനമായിട്ട് പോകേണ്ടത് ദൈവസന്നിധിയിലാണ്. മാർക്കറ്റിൽ പോകും, ഒരു കുഴപ്പമില്ല. കല്യാണത്തിന് പോകും, ഒരു കുഴപ്പമില്ല. ഏത് ബസ്സിലും കയറും, ഒരു കുഴപ്പമില്ല. പള്ളി മാത്രം പോകത്തില്ല. കാരണം ഇനി പോയിട്ടില്ലേലും വലിയ കുഴപ്പമൊന്നും ഇല്ല. മറക്കരുത്, നയമാന് ഈ ദൈവത്തെക്കുറിച്ചൊരു ശരിയായ ബോധമുണ്ടായി. ഇവനെ പോലെ ജീവനുള്ളൊരു ദൈവം ഭൂമിയിലില്ല എന്ന് നയമാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ രാത്രി തറപ്പിച്ച് പറയട്ടെ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണ്. ഈ ഒരു ബോധം നമുക്കുണ്ടാവണം. നിനക്ക് മാനസാന്തരം ഉണ്ടായെങ്കിൽ ഉണ്ടാവേണ്ട പരമപ്രധാനമായ മാറ്റം ഈ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന തിരിച്ചറിവാണ്. നയമാന് ഉണ്ടായ രണ്ടാമത്തെ ബോധ്യം അതാണ്. 3, നയമാനുണ്ടായ വ്യത്യാസം 15-ാമത്തെ വാക്യത്തിൻ്റെ ബാക്കി. ആകയാൽ അടിയൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രതിഗ്രഹം കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. തൻ്റെ അനുഗ്രഹത്തിന് കാരണക്കാരനായ ദൈവദാസൻ്റെ അടുത്ത് അവനോട് നന്ദി പറയാനുള്ള ഒരു എളിയ ശ്രമമാണ്. മുമ്പത്തെ കാഴ്ച പോലെ അല്ലിത്. മുമ്പത്തെ കാഴ്ച ഓർമ്മയുണ്ടല്ലോ അല്ലേ? തൻ്റെ കളങ്കം മാറ്റാൻ വേണ്ടിയുള്ള വലിയ സംവിധാനങ്ങളുമായിട്ടാണ് വന്നേ. ഓർമ്മയുണ്ടല്ലോ? കിലോ കണക്കിന് വെള്ളി, പവൻ കണക്കിന് സ്വർണം, വസ്ത്രം ഇഷ്ടം പോലെ കൊണ്ടുവന്നു. അതൊക്കെ തൻ്റെ ജാട കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ ഇപ്പോഴോ അവൻ്റെ മുമ്പിൽ വന്ന് എന്തെങ്കിലും വാങ്ങണമേ എന്ന് പറയുകയാണ്. എനിക്ക് ചെയ്ത ഉപകാരത്തിന് ഒരു നന്ദി പറയാൻ ഒരവസരം. മുമ്പിലത്തെ പോലുള്ള അഹംഭാവത്തിൻ്റെ സമ്മാനങ്ങളൊന്നുമല്ല. ഇത് നന്ദിയുടെ സ്തോത്രാർപ്പണമാണ്. മാനസാന്തരത്തിൻ്റെ 3-ാമത്തെ ഫലം നമ്മളെ നയമാൻ കാണിച്ചു തരുന്നത് നന്ദിയുടെ സ്തോത്രാർപ്പണമാണ്. ദൈവം തമ്പുരാൻ എനിക്ക് തന്ന ഉപകാരങ്ങൾക്ക്
ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കും. വേദോസ്തവം നമ്മോട് പറയുന്നുണ്ട്, നിൻ്റെ പണത്തെക്കുറിച്ചോ സ്വർണത്തെക്കുറിച്ചോ നിൻ്റെ സ്തോത്രകാഴ്ചയെക്കുറിച്ചോ നിൻ്റെ സംഭാവനയെക്കുറിച്ചോ അല്ല പറയുന്നത്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിനക്ക് ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഉപകാരം 2023 ചെയ്തു നിനക്ക് ബോധമുണ്ടെങ്കിൽ നീ 2024 ചെയ്യേണ്ടത് കിട്ടുന്ന അവസരങ്ങളിൽ നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് സ്തോത്രം പറയാനുള്ള മനസ്സുണ്ടാവണം. സ്തോത്രം മാർത്തോമാക്കാർക്ക് പറയാനുള്ളതാണോ? വലിയ വിഷമമാണ് നമുക്കല്ലേ. അയ്യോ, നമ്മൾ സ്തോത്രം പറയും, മോശമല്ലേ? നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലോ അല്ലേ? എന്നാൽ ഈ ഇംഗിലാവ് വിളിപ്പിക്കുന്ന പോലെ സ്തോത്രം പറയുമ്പോൾ എനിക്ക് യോജിപ്പുള്ള ആളല്ല. കണ്ടിട്ടുണ്ടല്ലോ, എന്നെ പോലെയുള്ള പ്രസംഗം പറഞ്ഞാട്ടോ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ല. നിനക്ക് തോന്നുമ്പോൾ പറയേണ്ട സാധനമാണത്. അതുകൊണ്ട് ഇന്ന് ഈ പന്തലും കീഴിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു ആഹ്വാനം ചെയ്യട്ടെ. ദൈവം തമ്പുരാൻ നിനക്ക് 2023 എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെന്ന് ബോധമുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് നീ ദൈവത്തിന് സ്തോത്രം പറയണം. ദൈവസന്നിധിയിൽ മടങ്ങി വന്നിരിക്കുകയാണ് നയമാൻ. എന്തിനാണ്? നന്ദിയുടെ സ്തോത്രാർപ്പണവുമായി. നമുക്ക് എന്ത് കൊടുക്കാനുണ്ട് ദൈവത്തിന്? നമുക്ക് എന്തെങ്കിലും കൊടുത്ത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുമോ? ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ നന്ദിയും സ്തോത്രവും മാത്രമാണ്. സ്വർഗത്തെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുള്ളത് അങ്ങനെയാണല്ലേ, പഠിക്കുന്നത്. അവിടെ എപ്പോൾ ചെന്നാലും എപ്പോഴും ഒറ്റ പരിപാടിയുള്ളൂ, എന്തുവാ? സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഏക പണി സ്തോത്രം പറച്ചിലാണ്. അതുകൊണ്ട് പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോഴേ ട്രെയിനിങ് എടുക്കുന്നത് നല്ലതാണ്. തൻ്റെ സൗഖ്യത്തിന് കാരണക്കാരായവരോട് നന്ദി പറയാൻ. നമ്മളെക്കുറിച്ചൊക്കെ പറയുന്ന വാക്ക് എന്ത് കറക്റ്റായല്ലേ? നമ്മളെക്കുറിച്ച് പറയാവുന്ന പറ്റുന്ന വാക്ക് ഇതാണ്: പാലം കടക്കുന്നത് വരെയുള്ള നാരായണയേ ഉള്ളൂ, അല്ലേ? ഞാൻ എൻ്റെ ശുശ്രൂഷാകാലത്തെല്ലാം ഞാൻ പറയുന്ന ഒരു സങ്കടം എന്ന് പറയാൻ വാക്കില്ല, സങ്കടമെന്ന് പറഞ്ഞാൽ ശരിയല്ലെങ്കിൽ പോലും താങ്ക് യു എന്ന് പോലും പറയാൻ മനസ്സില്ലാത്ത മനുഷ്യരാണ് നമ്മൾ മിക്കവരും. എന്ത് ഉപകാരം ചെയ്താലും എന്ത് നന്മ കിട്ടിയാലും ഒരു താങ്ക് യു എന്ന് പോലും പറയാൻ നമുക്ക് മനസ്സില്ല. നയമാൻ നമ്മളെ വെല്ലുവിളിക്കുകയാണ്. അഹങ്കാരിയായ, കളങ്കിതനായ, തൻ്റേതിൽ ദുരഭിമാനമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ യോർദാനിലിറങ്ങി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ നന്ദിയുള്ളവനായി മാറുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ യാഗം നന്ദി അർപ്പിക്കുക മാത്രമാണ്. മടങ്ങി വന്ന് നന്ദി പറയാനുള്ള മനസ്സ്. പക്ഷേ എലീശ ഒന്നും വാങ്ങിയില്ലെന്ന് നമുക്കറിയാം. എലീശ അങ്ങനെ അത് വാങ്ങാനിരിക്കുന്ന ആളല്ലല്ലോ. ഉടനെ നയമാൻ പറയുന്ന കാര്യമാണ് നാലാമത് നമ്മൾ കാണുന്നത്. 17-ാമത്തെ വാക്യത്തിൽ 2 കോവർ കഴുത ചുമടും മണ്ണ് അടിയന് തരുവിക്കണമേ. അതെന്തിനത്? തനിക്ക് സൗഖ്യം തരാൻ കാരണക്കാരനായ ദൈവത്തിൻ്റെ ദാസൻ നിന്ന സ്ഥലത്ത് നിന്ന് 2 ചുമട് മണ്ണ് എനിക്ക് വേണം. എന്തിനെന്നറിയോ മണ്ണ്? ആ മണ്ണ് കൊണ്ടുപോയി എൻ്റെ നാട്ടിൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിയാനാണ്. എനിക്ക് ഉപകാരം ചെയ്ത, എനിക്ക് സൗഖ്യം തന്ന ദൈവത്തിന് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കാൻ ഒരുങ്ങുന്ന നയമാനെയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളാരും ഇനി മുക്കിന് യാഗപീഠമൊന്നും പണിയണ്ട, മണ്ണെടുത്തുകൊണ്ട് പോയി പണിയൊന്നും വേണ്ട. അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലേ, ഇസ്രായേലിൽ പോയി വെള്ളം കൊണ്ടുവന്നവരും മണ്ണ് കൊണ്ടുവന്നവരും ഒക്കെ ഉണ്ട്. ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ മനസ്സിലൊരു യാഗപീഠം പണി. ദൈവത്തെ അനുസരിച്ചിറങ്ങിയ അബ്രഹാമിനെക്കുറിച്ച് എൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ അബ്രഹാമിനെക്കുറിച്ചുള്ള എൻ്റെ പ്രസംഗത്തിലെല്ലാം അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന വേദഭാഗങ്ങളെല്ലാം കാണുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം എവിടൊക്കെ ചെന്നോ, ചെന്നിടത്തെല്ലാം അവൻ യഹോവയ്ക്ക് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്ത ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം വേണം. അതുകൊണ്ട് നയമാൻ പറയുകയാണ്, എനിക്കിവിടെ നിന്നൊരല്പം മണ്ണ് വേണം. ഈ മണ്ണ് കൊണ്ടുപോയി എൻ്റെ നാട്ടിൽ, അവൻ പുറജാതിക്കാരനാണ്, ആ നാട്ടിൽ യഹോവയെ ആരാധിക്കുന്നവരില്ല, യഹോവയ്ക്ക് ആലയമില്ല, യഹോവയ്ക്കൊന്നുമില്ല. അതുകൊണ്ട് നയമാൻ പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് ഈ മണ്ണ് കൊണ്ടുപോയി എൻ്റെ നാട്ടിൽ കൊണ്ടുപോയി യഹോവയ്ക്ക് ഞാനൊരു യാഗപീഠം പണിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊക്കെ ദൈവം തമ്പുരാൻ ഏതെങ്കിലും തരത്തിൽ നിൻ്റെ കളങ്കം മാറ്റാൻ, നിൻ്റെ രോഗം മാറ്റാൻ, നിൻ്റെ പ്രതിസന്ധി മാറ്റാൻ ദൈവം നിനക്കൊരു ഉപകാരം ചെയ്തെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ ദൈവത്തിനൊരു യാഗപീഠം പണിയണം.
ആ യാഗപീഠം ആരാധനയില്ലാതെ മുടങ്ങിക്കിടക്കരുത്. ഇടിഞ്ഞു പൊളിഞ്ഞ യാഗപീഠങ്ങളെക്കുറിച്ച് നമ്മൾ വേദോസ്വത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ സങ്കടത്തോടെ പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിലാവട്ടെ, നമ്മുടെ യാഗപീഠങ്ങൾ ഇടിഞ്ഞു പോയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ പ്രാർത്ഥന ഉയരുന്ന വീടുകളായിരുന്നു. നമ്മുടെയൊക്കെ കുടുംബങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഞാൻ പോകുന്നിടത്തെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ നിരന്തരമായി ദൈവത്തെ ആരാധിക്കുന്ന മാതാപിതാക്കളുടെ മക്കളല്ലേ നമ്മൾ? സന്ധ്യാസമയത്ത് നമുക്കൊന്ന് ഇത്രയും വലിയ സംവിധാനങ്ങളും വലിയ ജാടകളും വലിയ കെട്ടിടങ്ങളും വലിയ മട്ടുപ്പാവുകളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും നമ്മൾ പ്രയാസത്തിൻ്റെ നടുവിലൂടെ കഴിഞ്ഞു പോയപ്പോഴും നമ്മുടെയൊക്കെ വീട്ടിലൊരു യാഗപീഠം ഉണ്ടായിരുന്നു. പ്രായമായ അമ്മച്ചിമാരോട് ചോദിച്ചാൽ പറയും അത് ഒരു പുൽപ്പായോ ഒരു തഴപ്പായോ ആയിരുന്നു, അതൊരു യാഗപീഠമായിരുന്നു. ആ യാഗപീഠത്തിന്മേൽ ദൈവത്തെ ആരാധിച്ച മാതാപിതാക്കളുടെ മക്കളല്ലേ നമ്മളവിടെ ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിച്ചതല്ലേ? പക്ഷെ എന്തു പറ്റി? നമ്മുടെ ജീവിതത്തിൽ നന്മ വന്നപ്പോൾ, നമ്മൾ അർഹിക്കാത്ത നന്മ കിട്ടിയപ്പോൾ ഈ യാഗപീഠങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, ആരാധനകൾ അവസാനിച്ചു. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ടെലിവിഷൻ വന്നപ്പോഴത്തേക്കും, ആദ്യം പലതരത്തിലാണല്ലോ ടെലിവിഷൻ, കേബിളുകളിൽ കൂടെ വന്നു. ഇപ്പോൾ കേബിളൊന്നും വേണ്ടല്ലോ അല്ലേ? ആയിരക്കണക്കിന് ചാനലുകളാണ് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മർത്തോമാക്കാരനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞാൽ മതിയില്ല, വേറെ ആളിനെ കുറിച്ച് പറഞ്ഞല്ലോ. മർത്തോമാക്കാരൻ്റെ കുടുംബങ്ങളെ പറ്റി ഏറ്റവും വലിയ കുഴപ്പം, 100 കണക്കിന് ആഹ്ലാദത്തിൻ്റെ ചാനലുകൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അനുഗ്രഹത്തിൻ്റെ ചാനലുകൾ പടിയിറങ്ങിപ്പോയി. നമ്മുടെ യാഗപീഠങ്ങൾ നമ്മൾ മടക്കി വെച്ചു. ആ യാഗപീഠങ്ങളിൽ ഇരുന്ന് ആരാധിക്കാൻ ആളില്ലാതെ വന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദ്യം ചോദിക്കട്ടെ, ഹൃദയത്തെ കൈവച്ചുകൊണ്ട് പറയാമോ, നമ്മുടെ മാതാപിതാക്കളെ പോലെ എല്ലാ സന്ധ്യയ്ക്കും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവർ ഈ പന്തലും കീഴിലിരിപ്പുണ്ടോ? 100 എക്സ്ക്യൂസസ് അല്ലേ നിനക്ക്? ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല അല്ലേ? സീരിയൽ എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നേരമില്ല. മാതാപിതാക്കൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല, മക്കളെ ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല. പറയുമ്പോൾ 100 കാര്യങ്ങളാണ്. മക്കൾ ട്യൂഷന് പോയി, മോൻ അതിലേ പോയി, മോൾ ഇതിലേ പോയി, അച്ചായൻ വന്നില്ല, അമ്മാമ്മ വാട്സാപ്പിലുമാണ്. നിന്റെ യാഗപീഠങ്ങൾ ഇടിഞ്ഞു പോയില്ലേ? ഒരു പുറജാതിക്കാരനായ മനുഷ്യൻ എലീശയോട് പറയാണ്, എനിക്ക് 2 കോവർ കഴുത ചുമട് നിറയെ മണ്ണ് തരണം. ഈ വിശുദ്ധൻ്റെ നാട്ടിൽ നിന്ന് ഈ മണ്ണ് കൊണ്ടുപോയി എൻ്റെ നാട്ടിൽ ഞാൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2024 പ്രവേശിക്കാൻ ദൈവം ഭാഗ്യം തന്നതിന് ദൈവത്തോട് കാണിക്കാനുള്ള ഏറ്റവും വലിയ മര്യാദ നമ്മുടെ കുടുംബങ്ങളിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ യാഗപീഠങ്ങൾ പുനർനിർമ്മിക്കണം. നിനക്ക് മാനസാന്തരമുണ്ടായി എന്ന് ലോകര് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. മുമ്പ് അറിയാമായിരുന്നു അല്ലേ? ഞാൻ ഈ നാട്ടിൽ കൂടെയൊക്കെ ജീവിച്ചു വളർന്നു. ഞാൻ പന്തളം NSS കോളേജിലാണ് 5 വർഷം പഠിച്ചത്. എൻ്റെ കൂടെ പഠിച്ച നിങ്ങളുടെ പള്ളിയിലെ സ്നേഹിതനുണ്ട്, ഇപ്പോൾ അമേരിക്കയിലുള്ള ജോസ്, ഷിക്കാഗോയിലുള്ള ജോസ് വർഗീസ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് പന്തളം NSS കോളേജിൽ പഠിച്ച ആളുകളാണ്. ഞാൻ ഈ പ്രദേശത്തൂടെയൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഇവിടെ നിന്ന് എൻ്റെ നാട് ദൂരെയല്ലല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഇവിടുന്ന് ഒളനാട് വഴി വന്ന തുമ്പോണെത്തും. നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നമ്മുടെ വീടുകളിൽ മാതാപിതാക്കളും നമ്മളും എല്ലാം കൂടെ ഒരുമിച്ച് പാടുന്ന പാട്ടുകളുടെ ശബ്ദം കേൾക്കാമായിരുന്നു വഴി കൂടെ പോയാൽ. ഇന്ന് വഴി കൂടെ പോയാൽ ടെലിവിഷനകത്തെ കാതടപ്പിക്കുന്ന ശബ്ദമല്ലാതെ എവിടുന്ന പാട്ട് കേൾക്കുന്നത്? ഇടിഞ്ഞു പൊളിഞ്ഞു പോയില്ലേ നിൻ്റെ യാഗപീഠങ്ങളെല്ലാം? നയമാൻ എന്ന കുഷ്ഠരോഗി സൗഖ്യം വന്നപ്പോൾ അവൻ്റെ നാട്ടിൽ യഹോവയ്ക്ക് യാഗപീഠം പണിയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയങ്ങളിൽ യഹോവയ്ക്ക് യാഗപീഠം പണിയണം. 5ാമത് ഒരു കാര്യം കൂടെ നമ്മളവിടെ നോക്കി അവസാനിപ്പിക്കാൻ പോവാണ്. നയമാൻ എലീശയോട് പറയാണ്, അടിയനിനി യഹോവയ്ക്കല്ലാതെ അന്യദൈവങ്ങൾക്ക് ഹോമയാഗവും ഹനനയാഗവും കഴിക്കുകയില്ല. ഇനി ഒരിക്കലും ഞാൻ അന്യദൈവങ്ങൾക്ക് ഹനനയാഗവും ഹോമയാഗവും കഴിക്കുകയില്ല. ഇനി ജീവനുള്ള കാലം അന്യദൈവങ്ങളുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തുകയില്ല എന്ന് നയമാൻ തീരുമാനിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നയമാൻ എന്ന് പറയുന്ന പുറജാതിക്കാരൻ മനുഷ്യൻ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മളെ വെല്ലുവിളിക്കുകയല്ലേ? നമ്മളൊക്കെ എന്തുമാത്രം കപട ആരാധനയും കൊണ്ട് നടക്കുന്നവരാണ്. ജീവനുള്ള ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് പറയുകയും നമ്മുടെ മുമ്പിൽ ഇല്ലാത്ത അന്യദൈവ ആരാധനകളില്ലല്ലോ അല്ലേ? എന്തൊരു മാറ്റമാണ് പരാക്രമശാലിയായിരുന്ന നയമാനിൽ ഉണ്ടായത് എന്ന് ബോധ്യം വന്നല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്രയോ തരം കുഷ്ഠരോഗങ്ങളുമായി
മനുഷ്യനെ കബളിപ്പിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. ഈ നിൽക്കുന്ന ഞാൻ മുതൽ ഈ പന്തലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എത്ര തരം കുഷ്ഠരോഗങ്ങളുമായി മനുഷ്യനെ കബളിപ്പിച്ച് ജീവിക്കുന്നവരാണ്. ഈ പുതിയ വർഷത്തിൽ പുറജാതിക്കാരനായ നയമാൻ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവമക്കൾ എന്ന് ഊറ്റം കൊള്ളുന്ന നമ്മെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിറങ്ങാം ആത്മസൗഖ്യത്തിൻ്റെ യോർദാനിലേക്ക്. കുഷ്ഠം കൊണ്ട് മുരടിച്ചു പോയ, വല്ലാതെ മൂത്തുപോയ നമ്മുടെ ശരീരവും മനസ്സുമെല്ലാം ചെറു ബാലന്മാരുടേതുപോലെയാകട്ടെ. ഈ പൊന്തലയിലെ പള്ളി പരിസരത്ത് മനോഹരമായി അണിയിച്ചൊരുക്കിയ ഈ പന്തലിന് കീഴിൽ ഈ ദിവസങ്ങളിൽ ദൈവവചനം കേട്ട് നമ്മുടെ കൺവെൻഷൻ അവസാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നമുക്കിറങ്ങാം യോർദാനിലേക്ക്, ആത്മസൗഖ്യത്തിൻ്റെ യോർദാനിലേക്ക്. നമ്മുടെയൊക്കെ വല്ലാതെ മൂത്ത് പോയ, വല്ലാതെ മുരടിച്ചു പോയ നമ്മുടെ മനസ്സും ശരീരവുമൊക്കെ ശിശുക്കളെ പോലെയാവട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട അച്ഛനോടും കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരോടും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. നയമാൻ എന്ന കളങ്കിതൻ ഭൂമി കണ്ട ഏറ്റവും വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവക്കാരനായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമുക്ക് എന്ത് പാഠമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്? ഇന്ന് ലഭിച്ച ചിന്തകൾ നമ്മെ ദൈവഭാഗത്തേക്ക് ഒരു പടി കൂടെ അടുപ്പിക്കട്ടെ. അതിനായി തമ്പുരാൻ സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.